ക്രിക്കറ്റിനെ സംബന്ധിച്ച് ടെസ്റ്റ്, ഏകദിനം, 2020 ഇങ്ങനൊരു 3 ഫോർമാറ്റുകളാണ്. അതിൽ നമുക്കറിയാം 2020 ഈ 2000-കൾക്കൊക്കെ ശേഷം വന്ന് ഒരു വലിയ രീതിയിൽ പോപ്പുലർ ആയിട്ടുള്ള ക്രിക്കറ്റിന്റെ മറ്റുള്ള പല രാജ്യങ്ങളിലും ക്രിക്കറ്റിന്റെ പോപ്പുലാരിറ്റി നേടിക്കൊടുത്ത ഒരു ഫോർമാറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇംഗ്ലണ്ടിൽ ദി 100 എന്ന് പറഞ്ഞിട്ട് 100 പന്തുകൾ എറിയുന്ന തരത്തിലുള്ള ഒരു ഫോർമാറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ടെസ്റ്റും 2020 ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു ടെസ്റ്റ് 20 എന്ന് പറഞ്ഞൊരു ഫോർമാറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഫോർമാറ്റിന്റെ ഒരു പ്രഖ്യാപനം ഇന്ത്യയിലാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണത് മത്സരം നടക്കുന്നത്? അല്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ T20 വരുമ്പോൾ നമുക്കറിയാം ഒരു ക്രിക്കറ്റിന് പുത്തനൊരു ആവേശം നൽകിയിട്ടുണ്ട്, ഉണർവ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ടെസ്റ്റ് തന്നെയാണ് നമ്മുടെ ഏറ്റവും നല്ല പ്രിയപ്പെട്ട ഫോർമാറ്റും. ക്രിക്കറ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ക്രിക്കറ്റ് തന്നെയാണ്, അതിൻ്റെ സൗന്ദര്യം എല്ലാം നമുക്കറിയാം. അപ്പം അതിലേക്കാണ് T20 വന്നത്. T20 വേറൊരു പതിപ്പാണ് വരുന്നത്, പക്ഷേ അതിന് വേറൊരു സൗന്ദര്യമുണ്ട്. ഇതിപ്പോൾ ഈ വരുന്ന ടെസ്റ്റ് 20 ഇതിൻ്റെ എൻഡിൻ്റെ ഒരു സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു ഭാവമായിട്ടാണ് വരുന്നത്. ക്രിക്കറ്റിൻ്റെ ആ ഒരു എന്താണ് ഒരു പൈതൃകത്തെയും അല്ലെങ്കിൽ 2 തലമുറയെ തന്നെ യോജിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഇവരിപ്പം ആസൂത്രണം ചെയ്തുകൊണ്ടിരുന്നത്. അതിന് ലീഗ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് എനിക്ക് തോന്നുന്നു ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു ദിവസം നമുക്കിപ്പം വൺ ഡേ കളി നടക്കുന്നത് 100 ഓവർ എറിയുന്നുണ്ട്, പക്ഷേ ഇതിൽ വരുമ്പോൾ ആകെ 80 ഓവർ എറിയുന്നത്. 20 ഓവർ ചെയ്തുള്ള 2 ഇന്നിങ്സുകൾ 2 ടീമിന് കളിക്കും. ടെസ്റ്റ് ഫോർമാറ്റിൽ തന്നെ കളിച്ച് വരുന്ന ഒരു ലീഗായിട്ടാണ് ഇത് വരുന്നത്. അതിൻ്റെ മറ്റ് സാധനങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ. ഫോർമാറ്റ് എന്താണ് പറയുക, നിയമാവലികളൊക്കെ സമന്വയിച്ച് വരുന്നേ ഉള്ളൂ. 2 നിയമങ്ങൾ കൂട്ടിച്ചേർന്നായിരിക്കും എന്നാണ് പറയുന്നത്. ആദ്യം ടീം T20 20 ഓവർ ബാറ്റ് ചെയ്യുന്നു, അടുത്ത ടീം ബാറ്റ് ചെയ്യുന്നു, പിന്നെ സ്കോർ ആഡ് ചെയ്തിട്ട് തന്നെ നമ്മൾ ടെസ്റ്റ് ക്രിക്കറ്റിലെ പോലെ തന്നെ വീണ്ടും 2 ഇന്നിങ്സ് 2ാം ഇന്നിങ്സിൽ 20 ഓവർ വീണ്ടും ലഭിക്കും. അപ്പം ഈ ടെസ്റ്റിൻ്റെ അതേപോലെ തന്നെ റിസൾട്ടും സമനിലയും എല്ലാം വരാൻ സാധ്യത എല്ലാം കാണുന്നുണ്ട്. എങ്ങനെയായിരിക്കും നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. പക്ഷേ ഒരു കൗതുകം തോന്നുന്നുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് കൗതുകം ഉറപ്പാണ് കൗതുകം വരുന്നത്. തീർച്ചയായിട്ടും. ഈ ഞാൻ ഇതിനകത്ത് വളരെ സിമ്പിളായിട്ട് ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ 80 ഓവർ മത്സരം, 20 20 20 20 അങ്ങനെ 4 ഇന്നിങ്സുകൾ, 2 ടീമിനും ഓരോ ഈ 2 ഇന്നിങ്സുകൾ വെച്ചിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് ഇതിന്റെ ഒരു രസകരമായിട്ടുള്ള ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഒരേ സമയം T20 ഒരു അനിശ്ചിതത്വം ഉണ്ട്, അതേസമയം തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ഒരു എന്താ പറയാ അടുത്ത അതായത് 4 ഇന്നിങ്സുകൾ കഴിയുമ്പോഴാണ് ഈ ഒരു ഫലം നിശ്ചയിക്കപ്പെടുന്നത്. ഇന്നിങ്സ് വിജയങ്ങൾ ഉണ്ടാകാം, ടൈ, അതുപോലെ തന്നെ ഡ്രോ, ഇങ്ങനെയുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഒരു ദിവസം മൊത്തമായിട്ട് ഒരു മത്സരം നടക്കുന്നത് അതൊരു കേൾക്കുമ്പോ കൊള്ളാം എന്നുള്ളതൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിലാണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നത്. നമുക്കറിയാം ദി 116 നെറ്റ്വർക്കിന്റെ ചെയർമാൻ ആയിട്ടുള്ള ഗൗരവ് ബഹിർവാനി അദ്ദേഹമാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല AB de Villiers, അതുപോലെ തന്നെ ക്ലൈവ് ലോയിഡ്, മാത്യു ഹെയ്ഡൻ, ഹർഭജൻ സിംഗ്, ഇവര് 4 പേരാണ് ഇതിന്റെ അഡ്വൈസറി ബോർഡിലുള്ളത്. ഈ 4 പേരും ഇതിഹാസ താരങ്ങളാണ്. അതാണ് അതിന്റെ ഒരു ഏറ്റവും പ്രധാന കാര്യം. ഇപ്പം അതിൽ തന്നെ നമുക്കറിയാം ഈ പറഞ്ഞ പോലെ ഡി വിലിയേഴ്സ് ഒക്കെ സംസാരിച്ചിട്ടുണ്ട് ഇതിന്റെ T20 മറ്റേ ടെസ്റ്റിന്റെ എല്ലാം വെച്ചിട്ട് തന്നെ. 4 പേരും അങ്ങനെയാണ് സംസാരിക്കുന്നത്. അതിന് പറയുന്നത് ഈ 4 താരങ്ങളിൽ തന്നെ നമുക്കൊരു വിശ്വാസമുണ്ട്. ഹെയ്ഡൻ ആയാലും വില്ലിയേഴ്സ് ആയാലും ഹർഭജൻ ആയാലും നമുക്കതിലൊരു അവരിൽ നിന്ന് വരുന്നത് എന്തായിരിക്കും നമുക്കറിയാം. ക്രിക്കറ്റിന്റെ ആവേശം ഒട്ടും ചോരില്ല എന്ന് ഉറപ്പാണ്. ഈ പറഞ്ഞ പോലെ വൺ ഡേ കളി 50 100 ഓവർ ചെയ്യുന്നുണ്ട്, 100 ഓവർ ചെയ്യുന്നു. പക്ഷേ ഇത് അതിനേക്കാൾ 20 ഓവർ കുറഞ്ഞിട്ട് 2 ഇന്നിങ്സിൽ പറ്റുമ്പോൾ ടൈമൊക്കെ ഏകദേശം കണക്കായിരിക്കും. ചിലപ്പോൾ അതേ സമയം വന്നേക്കാം. 2 ഇന്നിങ്സിലുള്ള ചേഞ്ചും ബാറ്റിംഗ് ചേഞ്ചൊക്കെ വരും, ചേഞ്ച് ഒക്കെ വരും, ബ്രേക്ക് വരും. പക്ഷേ എങ്കിൽ കൂടി ആദ്യ ഇന്നിങ്സിൽ എടുക്കുന്ന 2 ഇന്നിങ്സിൽ പിന്നെ വേണേൽ പിടിക്കാൻ വേണ്ടി പറ്റും. അത് എങ്ങനെ ഈ ടെസ്റ്റ് പോലെ തന്നെ നമുക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. T20 നമുക്കറിയാം എങ്ങനെയും സംഭവിക്കുന്നതാണ്. പക്ഷേ പിച്ചിന്റെ കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് മത്സരത്തിന്റെ ഫലം നിർണ്ണയിക്കാൻ വേണ്ടി പറ്റും, മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അല്ല, ഇതിനകത്ത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മത്സരം കളിക്കുന്നത് റെഡ് ബോളിലാണെന്നുള്ളതാണ്. അപ്പൊ അത് എത്രത്തോളം എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? റെഡ് ബോൾ ടെസ്റ്റ് ക്രിക്കറ്റിന് ഉപയോഗിക്കുന്നതാണ്. ഒരു ടെസ്റ്റ് ക്രിക്കറ്റിൽ ഉപയോഗിക്കുന്ന പന്ത് ഒരു ലിമിറ്റഡ് ഓവർ, ഇതിനകത്ത് ലിമിറ്റഡ് ഓവർ ആണ് വരുന്നത്. ഇപ്പൊ 2 ഇന്നിങ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഓവറുകൾ ലിമിറ്റഡ് ആണ്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് അത് എങ്ങനെയാണ് അത് ബാധിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട. അതെ, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞില്ല കേട്ടോ, ഇത് നമ്മൾ സീനിയർ ടീം തലത്തിലേക്കല്ല ആദ്യം വരുന്നത്. അതെ, ഞാൻ അതിലേക്കായിരുന്നു വരുന്നത്. ആരാണ് ഇനി ഇത് കളിക്കുക എന്നുള്ള ഒരു ഇത് ഉണ്ടാവും, ആളുകൾക്ക് എല്ലാവർക്കും മൊത്തത്തിൽ ഉണ്ടാവും. നമുക്കറിയാം ഇപ്പോൾ പുതിയ ഒരു തലമുറക്ക് ക്രിക്കറ്റിനോട് ഉള്ളൊരു, നമുക്കറിയാം നമ്മുടെ ഒരു ടെസ്റ്റ് ചെറുപ്പകാലം എന്ന് പറയുമ്പോൾ ടെസ്റ്റ്, ഏകദിനം അതൊക്കെ ഒരു വളരെ പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. നമ്മളൊക്കെ ഒരു 5 ദിവസമൊക്കെ ടെസ്റ്റ് തുടർച്ചയായിട്ട് ഇരുന്ന് കാണുന്ന ഒരു സാഹചര്യം, ഒരു അവധിക്കാലം അങ്ങനെയൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ പാടത്ത് കളിക്കാൻ പോകുന്ന സമയത്ത് ടെസ്റ്റ് കളിക്കാൻ നമുക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കളിക്കുന്ന ഒരു സാഹചര്യമൊക്കെ, ഒരു ഫുൾ അവധിക്കാലമൊക്കെ അങ്ങനെയാണല്ലോ, ഒരു ഫുൾ ഡേ ഒക്കെ ഇരുന്ന് കളിക്കുക എന്നുള്ളൊരു സംഭവം. അതുപോലെ തന്നെയാണ് വൺ ഡേ വരുന്നത്, 50 ഓവർ കളി. ഇതൊക്കെ വന്നിട്ട് ഇപ്പോ 2020 ഒക്കെ വന്നതിന് ശേഷം നമ്മളെ സംബന്ധിച്ച് 2020 ആ ഒരു ത്രില്ല് മറ്റു ഇതിനകത്ത് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഏറ്റവും പുതിയ തലമുറ ഇപ്പൊ 13 വയസ്സ് 19 വയസ്സൊക്കെ വരെയുള്ള ആളുകൾക്കാണ്, കുട്ടികൾക്കാണ് ഇത് ആദ്യം വരുന്നത്. അവരെ സംബന്ധിച്ച്
അഭിപ്രായത്തിൽ നല്ല സിനിമ കളിക്കാൻ വേണ്ടിയില്ല, പക്ഷെ പറയാണ് എടുത്ത് പറയേണ്ട കാര്യമാണ് കേട്ടോ. സൂര്യവംശിനെ സംബന്ധിച്ച് നമുക്കറിയാലോ. ഇപ്പൊ എനിക്ക് സൂര്യവംശിയുടെ കാര്യത്തിൽ ഞാനിപ്പോ നിങ്ങൾ പറഞ്ഞോണ്ട് ബീഹാറിന്റെ വൈസ് ക്യാപ്റ്റനായി രഞ്ജി ഈ പ്രായത്തിൽ ഇപ്പം ഇനി എത്ര പെട്ടെന്ന് ദേശീയ ടീമിലേക്ക് എത്തുന്ന കാത്തിരുന്ന് കാണുള്ളൂ. 16 വയസ്സിലൊക്കെ നമ്മളെ ഇറങ്ങിയതിനെ കുറിച്ച് എങ്ങനെയാണെന്ന് നമുക്ക് ഈ അടുത്ത തലമുറയിലേക്ക് പെട്ടെന്ന് കൈമാറ്റം വന്നേക്കാം. അതെ 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 അതെ. എന്തായാലും ഈ മത്സരം ഇതിനകത്ത് ഇതിന്റെ ഒരു ലീഡർഷിപ്പിലേക്ക് നമ്മളിപ്പോ ക്രിക്കറ്റർമാരുടെ പേര് പറഞ്ഞു, ഓപ്പറേഷണൽ ലെവലിലുള്ള ലീഡർഷിപ്പിലേക്ക് രാജസ്ഥാൻ റോയൽസിന്റെ മുൻ CEO ആയിരുന്ന മൈക്കൽ ഫോർത്തം അദ്ദേഹം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മൊത്തം ടീമാണ്, ഒരു നല്ല ടീമാണ്. അവർ ഉദ്ദേശം ഇത് തന്നെയാണ്, ചെറിയ കുട്ടികൾക്ക് 13 മുതൽ 19 വയസ്സായ കുട്ടികളെ ക്രിക്കറ്റിലേക്ക് കൂടുതലായിട്ട് ആകർഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ 2026 ജനുവരിയോട് കൂടിയിട്ട് ഈ ടൂർണമെന്റ് തുടങ്ങാനാണ് സാധ്യത. ടോട്ടൽ 6 ഫ്രാഞ്ചൈസികളായിരിക്കും. 3 ഫ്രാഞ്ചൈസികൾ ഇന്ത്യൻ സിറ്റിയിൽ നിന്നും, അതുപോലെ തന്നെ ദുബായ്, ലണ്ടൻ, US ഈ 3 സ്ഥലങ്ങളെ പ്രതിനിധീകരിക്കുന്ന 3 ഫ്രാഞ്ചൈസികൾ. ഇങ്ങനെയാണ് ഇത് സാധ്യത. ഓരോ ഫ്രാഞ്ചൈസിയിലും 16 താരങ്ങൾ ഉണ്ടാവും. അതിൽ 8 ഇന്ത്യൻ താരങ്ങളും 8 വിദേശ താരങ്ങളുമാണ് ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും ഇന്ത്യൻ താരങ്ങൾക്ക് ഒരു പുതിയ താരങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കും. യുവതാരങ്ങൾക്ക് 8 താരങ്ങൾ ഇന്ത്യയിൽ നിന്നും ബാക്കിയുള്ള മറ്റ് ഫോറിൻ കൺട്രീസിൽ നിന്ന് 8 രാജ്യങ്ങളെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യൻ താരങ്ങൾക്ക് ഒരു കുറച്ച് ഓരോ സ്റ്റേറ്റിന് അണ്ടർ-19 ടീമുകൾക്കെല്ലാം ഇവർ താരങ്ങൾ വരുന്നവർക്കെല്ലാം കളിക്കാൻ വേണ്ടി, കാരണം പെട്ടെന്നൊരു ലീഗ് വരുന്ന ആ ലീഗിലേക്ക് ദേശീയ ശ്രദ്ധ ലഭിക്കുന്ന ഉറപ്പാണ്, ഇന്റർനാഷണൽ ശ്രദ്ധ ലഭിക്കുന്ന ഉറപ്പാണ്. പുതിയൊരു ഇത് അവസരം വരുവാണ് യുവതാരങ്ങൾക്ക്. അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം, പിന്നെ IPL വന്നതിന് ശേഷം താരങ്ങൾക്കെല്ലാം ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കുന്ന എല്ലാ താരങ്ങൾക്കും ഒരു ഇത് കിട്ടുന്നുണ്ട്. അതിൽ സൂര്യവംശിനെ പോലെ ചില താരങ്ങൾ മാത്രമേ ചെറിയ പ്രായത്തിൽ ഇപ്പോൾ കയറി വരുന്നുള്ളൂ. പക്ഷേ ആ ഏജ് ഗ്രൂപ്പിലുള്ള ഒരുപാട് താരങ്ങൾക്കുള്ള ഈ ദേശീയ ശ്രദ്ധ ലഭിക്കാൻ പോകുന്ന ഒരു ടൂർണമെന്റ് ഇത് മാറും. അതിൽ വനിതാ ക്രിക്കറ്റിനും സാധ്യത ഉണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. അടുത്ത സീസൺ, 2ാമത്തെ സീസൺ മുതൽ വനിതാ ക്രിക്കറ്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഈ മത്സരം കാണാൻ തീർത്തും സൗജന്യമായിട്ട് ID കാർഡ് വെച്ചിട്ട് കയറാം എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ ക്രിക്കറ്റിനെ ഒരു താരങ്ങൾ മാത്രമല്ല, ആ ഒരു പ്രായത്തിലുള്ള ഒരു ആരാധകരെയും കൂടി സൃഷ്ടിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട് അല്ലെ. ഒരു പുതിയ തലമുറയിലേക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ടെസ്റ്റ് കണ്ട തലമുറ ഇപ്പം T20 പുറകെ പോകുന്നില്ല, പക്ഷേ പുതിയ ക്രിക്കറ്റിലേക്ക് വരുമ്പം പുതിയ താരങ്ങൾ വരുമ്പം ഈ കുട്ടികൾക്ക് പറഞ്ഞ കളി കാണാൻ വേണ്ടി ഒരു ഇത് കൊടുക്കുക പറയുമ്പോൾ തന്നെ അതിൽ തന്നെ വരുന്ന കളിയിലേക്ക് ആകർഷിക്കുക തന്നെയാണ്. പുതിയ താരങ്ങൾ, കൂടുതൽ താരങ്ങൾ വരും. ഈ പറഞ്ഞ പോലെ എല്ലാം ഇതിപ്പം ഇന്ത്യയിൽ സക്സസ് ആയി കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളിലേക്കെല്ലാം പെട്ടെന്ന് തന്നെ ലീഗ് ആരംഭിക്കുന്നത് ഉറപ്പാണ്. അതിൻ്റെ നടത്തിപ്പ് തോന്നി ടെസ്റ്റ് 20 ഒരു നിയമാവലി ആയിക്കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ലീഗുകൾ തുടങ്ങാനില്ല. ഇത് സംസ്ഥാനങ്ങളിൽ എങ്ങനെ തുടങ്ങാനിലേക്ക് പോകും. അതെന്ന് വെച്ചാൽ തന്നെ ഈ പറഞ്ഞ ഇന്റർനാഷണൽ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ വന്നിട്ട് ഇവിടെ കളിക്കുമ്പോൾ അത് വലിയൊരു ഇതായിട്ട് തന്നെ മാറും. ഈ ലീഗിന് ഒരു ശ്രദ്ധ ഇടും, യുവതാരങ്ങൾ വരും, വിദ്യാർത്ഥികൾക്കെല്ലാം കളി കാണാൻ പോകാനുള്ള അവസരം ലഭിക്കും, കളിയിൽ ആകർഷിക്കപ്പെടും, പുതിയ പുതിയ താരങ്ങൾ വരും. ഉറപ്പാണത് ക്രിക്കറ്റിന്റെ മറ്റൊരു തലമുറയിലേക്ക് പെട്ടെന്നൊരു ഫയർ കയറി പോകുന്ന രീതിയിലേക്കായിരിക്കും ഇത് വരുന്നത്. തീർച്ചയായിട്ടും. അങ്ങനെ നോക്കുമ്പോൾ ഈ ഇതിനകത്ത് ടൂർണമെന്റിന് കളിക്കാൻ വേണ്ടിയിട്ട്, ഈ ടെസ്റ്റ് 20 എന്ന് പറയുന്ന ടൂർണമെന്റിന് കളിക്കാൻ താരങ്ങൾക്ക് അവസരമുണ്ട്. ചെറിയ കുട്ടി താരങ്ങളൊക്കെ നമ്മൾ വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് അവസരങ്ങൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. ചെറിയ താരങ്ങൾ, പ്രതിഭയുള്ള താരങ്ങൾക്ക് വളർന്നു വരാൻ വേണ്ടിയിട്ട്. പക്ഷെ അല്ലാത്ത ആളുകൾക്ക് test20.com എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിനകത്ത് ഇത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അങ്ങനെ താരങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള രജിസ്ട്രേഷനും കൂടി ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പൊ എന്തായാലും ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെസ്റ്റ് 20 എന്ന് പറയുന്ന ഇത് കേൾക്കുമ്പോഴേ ഭയങ്കര വേറെ തരത്തില് കളിയാക്കപ്പെടാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ട്. കാരണം ടെസ്റ്റ് 20 എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിൽ നിൽക്കുന്ന, ഞാൻ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളൊക്കെ കണ്ട സമയത്ത് ഇത് എന്ത് ആണ് എന്നുള്ള രീതിയിൽ ഒരുപാട് ഇതിനെ തമാശ നിറഞ്ഞ ഒരുപാട് കമന്റുകൾ ഇതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് പറയുമ്പോൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ AB de Villiers, ക്ലൈവ് ലോയിഡൊക്കെ നമുക്കറിയാം ഒരു ഇതിഹാസ താരം ആണ്. അതുപോലെ തന്നെയാണ് ഹർഭജൻ സിംഗ്, പിന്നെ മാത്യു ഹേഡൻ, ഇവരൊക്കെയാണ് ഇതിന്റെ മുൻനിരയിലുള്ളത് എന്നുള്ളത് തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അവരെ ഒരു നേതൃത്വത്തിൽ, അവരെ ഒരു നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് വന്ന ഒരു ടൂർണമെന്റ് കൂടിയാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഈ യുവതലമുറ, ക്രിക്കറ്റിൽ നിന്ന് വിട്ടു നിൽക്കുന്ന തലമുറയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അത് നമുക്കറിയാം, നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2020-നേക്കാളും ചെറിയൊരു ഫോർമാറ്റ് വരും എന്നുള്ളതാണ്. പക്ഷെ ഇത് ഇവിടെ ടെസ്റ്റിന്റെയും 2020 എന്ന് പറയുന്ന ഫോർമാറ്റിന്റെയും കൂടി ഒരു ബ്ലെൻഡാണ് വരുന്നത്. ഇപ്പൊ ഞാൻ ഈ ദി 100 എന്ന് പറയുന്ന ഒരു ഇത് നടന്നു, 100 പന്തുകൾ. അത് പക്ഷെ അത് ഇംഗ്ലണ്ടിലാണ് വന്നിട്ടുള്ളത്. അത് അവിടെ നമ്മൾ ആദ്യം ഇത് വരുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചിരുന്ന മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും ഇത് വ്യാപിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇത് ഇതുവരെ വ്യാപിച്ചിട്ടില്ല. എന്തായിരിക്കും ഈ പറയുന്ന പുതിയ ഇതിന്റെ ഭാവി? അത് എത്രത്തോളം അങ്ങനെ ഈ മത്സരത്തിന്റെ നിയമാവലി നമ്മൾ പൂർണ്ണമായിട്ട് കണ്ടുവരും. ഈ പറഞ്ഞ പോലെ ഉപദേശപതിയുടെ ഇത് വന്നിട്ട് മൊത്തത്തിലൊരു ഇത് വന്ന് സ്ട്രക്ചറൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് ചിലപ്പം ആദ്യത്തെ ലീഗ് തുടങ്ങി തന്നെ അത് വ്യക്തമാവുള്ളൂ.
അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ ആവേശത്തിൻ്റെ ഇതിപ്പം 20 ഓവർ ക്രിക്കറ്റ് തന്നെയാണല്ലോ, 2 ഇന്നിങ്സ് വരുമ്പോൾ 20 ഓവർ വരുന്നത്. അപ്പോൾ അതിനൊരു ഇതുണ്ട്, ഈ നിലവിലെ ഫോം തന്നെയുണ്ട്. പക്ഷേ ഈ കുട്ടി ക്രിക്കറ്റ് ആയതുകൊണ്ട്, കുട്ടി ക്രിക്കറ്റ് പറഞ്ഞാൽ കുട്ടികളുടെ ക്രിക്കറ്റ് ആയതുകൊണ്ട് തന്നെ അത് എത്രത്തോളം കിട്ടുന്നതാണ്. പക്ഷേ ഈ പറഞ്ഞ യുവതാരങ്ങൾ അണ്ടർ-19 ലോകകപ്പ് കളിക്കുന്ന പോലത്തെ അത്രത്തോളം നല്ല യുവതാരങ്ങളൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പാർട്ടിസിപ്പേഷന് ശ്രദ്ധ വിടും. അപ്പോൾ അതിലൂടെ വരുമ്പോൾ മികച്ച പ്രകടനമൊക്കെ വരുന്നുണ്ടെങ്കിൽ, ഒരു ആവേശം വരുന്നുണ്ടെങ്കിൽ അത് മാറി വന്നേക്കാം. അത് പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ അത് ആ നിയമാവലിയിൽ മനസ്സിലാവണം എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. പിന്നെ കളി തുടങ്ങി കഴിയുമ്പോൾ അറിയണം ഇതെന്താണ്, എങ്ങനെയാണ് കളിക്കുന്നതെന്ന്. ആ ഒരു ആവേശം കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അത് കത്തിക്കയറും. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ 100 ബോൾ ക്രിക്കറ്റും 10 ഓവർ ക്രിക്കറ്റും എന്നെല്ലാം പറഞ്ഞ പോലെ തന്നെ അവിടെ നിൽക്കാനുള്ള സാധ്യതയുള്ളൂ. തീർച്ചയായിട്ടും. നമുക്ക് എ ബി ഡിവില്ലിയേഴ്സ് പറയുന്നത് ടെസ്റ്റ് 20 എന്ന് പറയുന്നത് ഒരു ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു കണ്ടുപിടുത്തം തന്നെയാണ് എന്നുള്ളതാണ് എ ബി ഡിവില്ലിയേഴ്സ് പറയുന്നത്. അത് ക്രിക്കറ്റിന്റെ ഒരു ട്രഡീഷൻ, നമുക്കറിയാം ക്രിക്കറ്റിന്റെ ട്രഡീഷൻ എന്ന് പറയുമ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റ് തന്നെയാണ്. അതിനെ ബഹുമാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് വേണ്ട രീതിയിലുള്ള ഒരു ബഹുമാനം നൽകിക്കൊണ്ട് തന്നെ ഭാവിയിലേക്കുള്ള സാധ്യതകൾ കണ്ടുപിടിക്കുന്നതിനുള്ള ചില ഒരു പരീക്ഷണം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എന്ന രീതിയിലാണ് ഡിവില്ലിയേഴ്സ് പറയുന്നത്. ഒരുപാട് യുവതാരങ്ങൾക്ക് അവരുടെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരു വേദി ലഭിക്കുക കൂടി ഇതോട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതേ രീതിയിലുള്ള ഇത് തന്നെയാണ് ക്ലൈവ് ലോയിഡ് ഒക്കെ പറയുന്നത്. നമുക്കറിയാം ഈ ടെസ്റ്റ് പറയുന്നുണ്ട്, ഒരു അച്ഛൻ നിലയിലും ഒരു താരം എന്ന നിലയിലും ഒരു തലമുറയ്ക്കുള്ള ബ്രിഡ്ജായിട്ട് മാറുന്നില്ല, അത് തന്നെ എല്ലാവരും പറയുന്നത്, എല്ലാവരും കാണുന്നത്. അതെ, ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ആ ഒരു നല്ല വശങ്ങളെ കുറച്ച് നല്ല രീതിയിൽ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് ക്ലൈവ് ലോയിഡ് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് എന്താണ് ഇത് എന്നുള്ളത്, പ്രത്യേകിച്ച് നമുക്കറിയാം ഏജ് ഗ്രൂപ്പ് ക്രിക്കറ്റിന് അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഇതൊന്നും കിട്ടാറില്ല നമുക്ക് മൊത്തത്തിൽ. ഇപ്പൊ വിനുമങ്കാത് ട്രോഫി ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊക്കെ ആ രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു ഇതൊന്നും നമുക്ക് അണ്ടർ-19 ഇതിൽ കിട്ടാറില്ല. ഇപ്പൊ ഇന്ത്യയുടെ അണ്ടർ-19 മത്സരങ്ങൾ തന്നെ ഇപ്പൊ ചില താരങ്ങളുടെ ഒരു വളർച്ചയിൽ ആണ് വരുന്നത്. ഇപ്പൊ വൈഭവ് സൂര്യവംശി ഉള്ളതുകൊണ്ട് ഇന്ത്യയുടെ അണ്ടർ-19 ടീമിന്റെ പെർഫോമൻസ് ഒക്കെ നല്ല രീതിയിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ ഓസ്ട്രേലിയ സമ്പൂർണ്ണ വിജയമാണ് യുവനിര പോയി നേടിയത്. അതായത് ടെസ്റ്റിലും ഏകദിനത്തിലും അവരെല്ലാ മത്സരങ്ങളിലും വിജയിച്ചു എന്നുള്ളതാണ്. ടെസ്റ്റ് മത്സരം 2 ദിവസം കൊണ്ടാണ് തീർത്തതും കൂടി ഒരു 30 വർഷത്തെ ഒരു റെക്കോർഡും തകർത്തിട്ടുണ്ട് വെസ്റ്റ് ഇൻഡീസിനെ. അതായത് ഏറ്റവും കുറഞ്ഞ പന്തുകളിൽ ഒരു ടെസ്റ്റ് മത്സരം വിജയിക്കുക എന്നുള്ളത്. ടെസ്റ്റ് ക്രിക്കറ്റിനെ പോലും അങ്ങനെ ആ രീതിയിൽ ഇത് നിൽക്കുന്ന, പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു തലമുറയുടെ മുന്നിലേക്കാണ് ഇത് വരുന്നത്. എന്തായാലും ടെസ്റ്റ് 20 എന്ന് പറയുന്നത് ഇപ്പൊ ക്രിക്കറ്റ് ലോകത്ത് ചർച്ചയാണ്. അതെന്താണ് എന്ന് നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. എന്തായിരിക്കും അതിന്റെ ഭാവി എന്ന കാര്യം നമുക്ക് കണ്ടറിയാം.